നിലമ്പൂർ എം.എൽ.എ. ആര്യാടൻ ഷൗക്കത്തിന്റെ സത്യപ്രതിജ്ഞ ഉടൻ നടക്കും. വി.എസ്. അനു ചേരുകയാണ്. വി.എസ്. അനു, നിയുക്ത എം.എൽ.എ. എന്തായാലും അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായോ? ഒരുക്കങ്ങളൊക്കെ തന്നെ പൂർത്തിയായിരിക്കുന്നു. നിയമസഭാ മന്ദിരത്തിലെ ശങ്കരനാരായണൻ തമ്പി ഹാളിലാണ് ഈ സത്യപ്രതിജ്ഞ നടക്കുക. ഇപ്പോൾ എം.എൽ.എ. തെരഞ്ഞെടുക്കപ്പെട്ട ആര്യാടൻ ഷൗക്കത്ത് ഇവിടേക്ക് എത്തിയിരിക്കുന്നു. ഇതുകൂടാതെ തന്നെ പ്രമുഖരായ കോൺഗ്രസ് നേതാക്കളൊക്കെ തന്നെ ഇവിടേക്ക് എത്തുന്നുണ്ട്. GS ജോയി ഉൾപ്പെടെയുള്ള നേതാക്കളും ഇവിടേക്ക് വരുന്നുണ്ട്. മുഖ്യമന്ത്രിയും സ്പീക്കറും അല്പസമയത്തിനകം ഇവിടേക്ക് എത്തും. അതിനുശേഷമാകും ഈ പറയുന്ന സത്യപ്രതിജ്ഞ ചടങ്ങുകൾ നടക്കുക. ഇപ്പോൾ നിലമ്പൂരിൽ നിന്ന് UDF വളരെ ആത്മവിശ്വാസം നൽകി വിജയം നേടിയ ആര്യാടൻ ഷൗക്കത്തിനെ പ്രവർത്തകരും നേതാക്കളും ഉൾപ്പെടെയുള്ളവർ അഭിനന്ദിക്കുകയാണ്. അവർ വിവിധ ആളുകളുമായി, വിവിധ കോൺഗ്രസ് നേതാക്കളുമായി സംസാരിക്കുന്നുണ്ട്. അല്പസമയത്തിനകം സ്പീക്കറും അതുകൂടാതെ തന്നെ മുഖ്യമന്ത്രിയും ഇവിടേക്ക് എത്തും. അതിനുശേഷമാകും സത്യപ്രതിജ്ഞ ചടങ്ങുകൾ നടക്കുക. സുജീഷ്. ശരി, വി.എസ്. അനു. വി.എസ്. അനു തുടരുകയാണ്. വി.എസ്. അനു, എന്തായാലും ഇടതുപക്ഷത്തിന് എന്തായാലും ഒരു നഷ്ടം ഉണ്ടായ തെരഞ്ഞെടുപ്പ് കൂടിയാണ്. കാരണം നേരത്തെ 99 സീറ്റുണ്ടായിരുന്ന ഇടതുപക്ഷത്തിന് അവിടെ നിന്ന് PV അൻവർ പുറത്തേക്ക് പോയി. വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് വന്ന സാഹചര്യത്തിൽ അവിടെ ഒരു തോൽവി നേരിട്ട് അത് 98ആയി കുറഞ്ഞ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് വമ്പിച്ച വിജയം നേടി ആര്യാടൻ ഷൗക്കത്ത് നിലമ്പൂരിൽ നിന്ന് 11,000-ലേറെ വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് വിജയിച്ചുകൊണ്ട് നിയമസഭയിലേക്ക് എത്തുന്നത്. അല്പസമയത്തിനകം തന്നെ സത്യപ്രതിജ്ഞ നടക്കും. എല്ലാ ഒരുക്കങ്ങളും അവിടെ പൂർത്തിയായി. വി.എസ്. അനു ചേരുകയാണ്. വി.എസ്. അനു, എന്തായാലും രാഷ്ട്രീയ കേരളത്തിൽ വലിയൊരു മാറ്റമുണ്ടാക്കിയ ഒരു തെരഞ്ഞെടുപ്പ് എന്ന് തന്നെ പറയാം. കാരണം പല തരത്തിൽ ചിന്തിക്കുമ്പോൾ ഇടതുപക്ഷത്തിന് കയ്യിലുണ്ടായിരുന്ന ഒരു സീറ്റ് നഷ്ടമായ ഒരു തെരഞ്ഞെടുപ്പാണ്. പ്രത്യേകിച്ച് അടുത്ത ഒരു തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ 2 തെരഞ്ഞെടുപ്പുകൾ വരാനിരിക്കുന്നു. ഒന്ന് തദ്ദേശ തെരഞ്ഞെടുപ്പ്, അതിനുശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പ്. അതിനൊരു സെമി ഫൈനൽ എന്ന് വിലയിരുത്തിയ ഒരു തെരഞ്ഞെടുപ്പിൽ ഒരു തിരിച്ചടിയുണ്ടായ പശ്ചാത്തലത്തിലാണ് ആര്യാടൻ ഷൗക്കത്ത് വലിയ വമ്പിച്ച ഭൂരിപക്ഷത്തോടെ വന്ന് കയറിയത് നിയമസഭയിലേക്ക്. ഇനി അല്പകാലം മാത്രമേ ഉള്ളൂ എങ്കിൽ കൂടി അത് ഇടതുപക്ഷത്തിനും അതോടൊപ്പം UDF-നും ഒരുപാട് ചിന്തിക്കാനും ഒരുപാട് പ്രവർത്തിക്കാനുമുള്ള ഒരു തെരഞ്ഞെടുപ്പായിരുന്നു ഉണ്ടായിരുന്നത്. തീർച്ചയായും രജീഷ്, അതായത് വീണ്ടും ഇടത് സർക്കാർ അധികാരത്തിൽ വരുമെന്നുള്ള ഇടത് ക്യാമ്പുകളുടെ പ്രചാരണങ്ങൾ സജീവമായിരിക്കുന്ന ഘട്ടത്തിലാണ് നിലമ്പൂരിൽ നിന്നും മിന്നുന്ന ജയം ആര്യാടൻ ഷൗക്കത്ത് നേടിയിരിക്കുന്നത്. സ്വാഭാവികമായും UDF, കോൺഗ്രസ്, എല്ലാവരും, കോൺഗ്രസും ലീഗ് ഉൾപ്പെടെയുള്ള എല്ലാ UDF പാർട്ടികളും വലിയ ആത്മവിശ്വാസത്തിലാണ്. പ്രത്യേകിച്ച് ഇത് ഒരു LDF ആശങ്കയും ഉണ്ടാക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് നിലമ്പൂർ പോലൊരു മണ്ഡലത്തിൽ അത് ഒരു UDF മണ്ഡലമാണെന്ന് പറഞ്ഞിരുന്നെങ്കിൽ കൂടി കഴിഞ്ഞ 2 തവണ അൻവർ അവിടെ നിന്ന് വിജയിച്ച മണ്ഡലമാണ്. അവിടേക്ക് ഒരു വളരെ മിന്നുന്ന വിജയം ആര്യാടൻ ഷൗക്കത്തിന് നേടാനായത്. ഇപ്പോൾ ആര്യാടൻ ഷൗക്കത്ത് നിയമസഭയിൽ ഈ സത്യപ്രതിജ്ഞ നടക്കുന്ന ശങ്കരനാരായണൻ തമ്പി ഹാളിൽ എത്തിയിട്ടുണ്ട്. സ്പീക്കർ AM ഷംസീറുണ്ട്, മന്ത്രിമാരായ K രാജൻ, MP രാജേഷ് ഉൾപ്പെടെയുള്ളവർ എത്തിയിട്ടുണ്ട്. നമുക്ക് കോൺഗ്രസിന്റെ നിരവധി നേതാക്കൾ, ഇപ്പോൾ VD സതീശൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ രമേശ് ചെന്നിത്തല ആയിക്കോട്ടെ, ഷാഫി പറമ്പിൽ ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. അതുകൂടാതെ തന്നെ കോൺഗ്രസ് അനുഭാവികളായ ആളുകളും ഇവിടെ എത്തിയിട്ടുണ്ട്. അല്പസമയത്തിനകം മുഖ്യമന്ത്രി കൂടി എത്തുന്നതോടുകൂടി ഈ ചടങ്ങ് ആരംഭിക്കും. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇപ്പോൾ നിയമസഭാ ഹാളിലേക്ക് എത്തുകയാണ്. ഉടൻ തന്നെ ഔദ്യോഗികമായ ചടങ്ങുകൾ ആരംഭിക്കും. ഇപ്പോൾ മുഖ്യമന്ത്രി ഇവിടേക്ക് എത്തിയിരിക്കുന്നു. സ്വാഭാവികമായും സ്പീക്കർ AM ഷംസീർ ഉൾപ്പെടെ സ്പീക്കർ മുഖ്യമന്ത്രിയെ സ്വീകരിച്ച് ചടങ്ങ് നടക്കുന്ന അടുത്തേക്ക് കൊണ്ടുപോവുകയാണ്. പാർലമെന്ററി കാര്യ മന്ത്രി MP രാജേഷും അതുകൂടാതെ തന്നെ മന്ത്രിയായ K രാജനും ആ ചടങ്ങിൽ പങ്കെടുക്കുന്നു. ചടങ്ങുകൾ ആരംഭിക്കുകയാണ്. മുഖ്യമന്ത്രി ശങ്കരതമ്പി ഹാളിലേക്ക് എത്തുകയാണ്. അല്പസമയത്തിനകം സത്യപ്രതിജ്ഞ തുടങ്ങും. എല്ലാവരും സീറ്റുകളിൽ ഉപേക്ഷിതരാവണമെന്ന് അഭ്യർത്ഥിക്കുന്നു.
ചടങ്ങ് ആരംഭിക്കുകയാണ്. ദേശീയ ഗാനം. സർ, 15ാം കേരള നിയമസഭയിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ 35 നിലമ്പൂർ നിയോജകമണ്ഡലത്തിൽ നിന്നും വിജയിച്ച ശ്രീ ആര്യടൻ ഷൗക്കത്ത് നിയമസഭാംഗമായി സത്യപ്രതിജ്ഞ ചെയ്യുന്നതിനായി ഹാജരായിട്ടുണ്ട്. ശ്രീ ആര്യടൻ ഷൗക്കത്ത്. ആര്യാടൻ ഷൗക്കത്ത് എന്ന ഞാൻ നിയമസഭയിലെ ഒരംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നാൽ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് ഞാൻ നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ ഏറ്റെടുക്കുവാൻ പോകുന്ന കർത്തവ്യം ഞാൻ വിശ്വസ്തയോടുകൂടി നിർവഹിക്കുമെന്നും ദൈവത്തിൻ്റെ നാമത്തിൽ പ്രതിജ്ഞ ചെയ്യുന്നു.
സത്യപ്രതിജ്ഞാ ചടങ്ങ് പൂർത്തിയായിരിക്കുന്നു. ആര്യാടൻ ഷൗക്കത്ത് നിലമ്പൂരിന്റെ പ്രതിനിധിയായി നിയമസഭയിലേക്ക് പോവുകയാണ്. മുഖ്യമന്ത്രിയും സ്പീക്കറും പാർലമെന്ററി കാര്യമന്ത്രിയും മന്ത്രി കെ രാജനും ഉൾപ്പെടെയുള്ള ആളുകൾ പ്രതിപക്ഷ നേതാവും ഒക്കെ നൽകി അദ്ദേഹത്തെ സ്വാഗതം ചെയ്തു. നിലമ്പൂരിന്റെ പ്രതിനിധിയായി നേരത്തെ പതിറ്റാണ്ടുകളോളം ആര്യാടൻ ഷൗക്കത്തിന്റെ പിതാവ് ആര്യാടൻ മുഹമ്മദ് കൈയടക്കി വച്ചിരുന്ന മണ്ഡലം 2016 നഷ്ടപ്പെട്ട മണ്ഡലം, 2 തവണ നഷ്ടപ്പെട്ട മണ്ഡലം, അത് 11,000-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് എം സ്വരാജിനെ തോൽപ്പിച്ചുകൊണ്ട് ആര്യാടൻ ഷൗക്കത്ത് UDF-ന് വേണ്ടി തിരിച്ചുപിടിച്ചത്. UDF-ന്റെ അംഗങ്ങളുടെ എണ്ണം 42 ഉയർത്തുകയും ചെയ്തു. VS അനു ചേരുകയാണ് അവിടെ നിന്ന്. VS അനു, എന്തായാലും സത്യപ്രതിജ്ഞാ ചടങ്ങ് പൂർത്തിയായി. ഇനി ഹ്രസ്വകാലമെങ്കിലും ആര്യാടൻ ഷൗക്കത്തിന്റെ ശബ്ദവും നിലമ്പൂരിന് വേണ്ടി നിയമസഭയിൽ ഉണ്ടാകും. തീർച്ചയായും രുചീഷ്, വളരെ പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പ്. അവിടെ വളരെ മികച്ചൊരു വിജയം നേടിയ ആര്യാടൻ ഷൗക്കത്ത് അദ്ദേഹത്തിന്റെ സത്യപ്രതിജ്ഞയാണ് ഇപ്പോൾ നിയമസഭാ ഹാളിൽ നടന്നിട്ടുള്ളത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ, സ്പീക്കർ AN ഷംസീർ, പാർലമെന്ററി കാര്യമന്ത്രി MB രാജേഷ്, അതുകൂടാതെ തന്നെ മന്ത്രിയായ കെ രാജൻ ഉൾപ്പെടെയുള്ളവർ ഈ ചടങ്ങിൽ പങ്കെടുത്തു. പ്രതിപക്ഷ നേതാവ് VD സതീശനും മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും ഉൾപ്പെടെയുള്ള നേതാക്കൾ ഇപ്പോൾ ആര്യാടൻ ഷൗക്കത്തിനെ പ്രവർത്തകരും നേതാക്കളും അഭിനന്ദിക്കുന്നതാണ് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ കഴിയുന്നത്. വലിയ ആവേശത്തിലാണ് കോൺഗ്രസ് പ്രവർത്തകരും നേതാക്കളും ഒക്കെ. കാരണം പ്രത്യേകിച്ച് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ കഴിഞ്ഞ ഈ എല്ലാ ഉപതെരഞ്ഞെടുപ്പുകളിലും വലിയൊരു മികച്ച വിജയം UDF നേടാൻ കഴിഞ്ഞു. അത് നിലമ്പൂരിൽ നിലനിർത്താൻ കഴിയുമോ എന്നൊരു ആശങ്ക, പ്രത്യേകിച്ച് PV അൻവർ അവിടെ ഉയർത്തിയ ഒപ്പമുണ്ടായതെന്ന് പറഞ്ഞ് PV അൻവർ മാറി നിന്നപ്പോൾ അവിടെ ഒരു പ്രത്യേകിച്ച് എം സ്വരാജ് കൂടെ വന്നപ്പോൾ ശക്തമായ മത്സരം രാഷ്ട്രീയ മത്സരമാണ് അവിടെ നടന്നത്. ഏതായിരുന്നാലും അതിൽ മിന്നുന്ന വിജയം ആര്യാടൻ ഷൗക്കത്ത് നേടിയിരിക്കുന്നു. തന്റെ പിതാവ് പങ്കെടുത്തിരുന്ന നിരവധി കാലയളവിൽ സഭാ സമ്മേളനങ്ങളിൽ പങ്കെടുത്ത ആര്യാടൻ മുഹമ്മദ്, അദ്ദേഹത്തിന്റെ മകനും അവിടേക്ക് എത്തുന്നു എന്നുള്ളത് തന്നെയാണ് ഈ സമയത്ത് നമുക്ക് പറയാൻ കഴിയുക. ഏതായാലും വലിയ ആവേശത്തിലാണ് നേതാക്കളൊക്കെ തന്നെ. നിരവധി MLA-മാർ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. M വിൻസെന്റ്, ഷാഫി പറമ്പിൽ ഉൾപ്പെടെയുള്ള MLA-മാർ ഇവിടെ ഉണ്ട്. ഏതായാലും ആവേശത്തിൽ തന്നെയാണ് കോൺഗ്രസ് നേതാക്കളും പ്രവർത്തകരും. ശരി, VS